യഹോവേ, ദാവീദിനെ അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. നാം എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ട് വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ. നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിക്കുക. യഹോവേ, നീ നിന്റെ ബലത്തിൻ്റെ പെട്ടവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിലിരിക്കും എന്ന് യഹോവ ദാവീദിനോട് ആണയിട്ട് സത്യം, അവൻ അതിൽ നിന്ന് മാറുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നു നമ്മളുടെ മക്കളെ യഹോവ ഭക്തിയിലും ദൈവഭയത്തിലും വളർത്തുവാൻ എത്ര ശ്രേഷ്ഠമായ കാര്യമാകുന്നു. ദാവീദ് യഹോവയ്ക്കൊരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവ് ആലയം പണിയണം. ദാവീദ് അതിനായ എല്ലാ ഒരുക്കങ്ങളും അതിനായ ആവശ്യമായുള്ള എല്ലാം കരുതി വെച്ചു. ശലോമോൻ അത് പണിയുവാൻ സാധിച്ചു. ദാവീദിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു, ഒരു ബാലൻ തൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ എങ്ങനെ വലിയ മല്ലനായ ബലവാനായ ഗോലിയാത്തിനെ താഴെയിട്ട്. നമ്മളുടെ ജീവിതത്തിലും പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കർത്താവ് നമ്മളുടെ കൂടെ ഉള്ളതെന്ന് വിശ്വസിച്ച് ധൈര്യത്തോടെ നമ്മളായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ.